ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഐറ്റം സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാം എന്നുള്ളത്. രണ്ടാമത്, എങ്ങനെ നമ്മളൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. മൂന്നാമത്, നമ്മൾ എങ്ങനെ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. യൂസർ ഐഡിയും പാസ്വേഡ് നമ്മൾ കൊടുത്തു. നമ്മൾ ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്തു. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം വരുന്ന വിൻഡോയാണ് നമുക്കിത് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ബാർ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡുണ്ട്. ഈ പ്രൊഡക്റ്റ് ബാർ സർവീസസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ന്യൂ പ്രൊഡക്റ്റ് ഉണ്ട്, ആഡ് ന്യൂ സർവീസ് ഉണ്ട്. ഇവിടെ ആഡ് ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഈ ഒരു വിൻഡോയിൽ നമുക്ക് നെയിം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇവിടെയാണ് ഐറ്റത്തിൻ്റെ ഇല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹാർഡ്വെയർ ഷോപ്പാണ് നിങ്ങളിപ്പം നടത്തുന്നതെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നമ്മൾ എങ്ങനെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക്, ഹാർഡ്വെയർ മീൻസ് ഹോം അപ്ലയൻസസ് ഷോപ്പ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗോൾഡ് മെഡലിൻ്റെ ഒരു ഫാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് ഗോൾഡ് മെഡൽ. നമുക്ക് ഫാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഐറ്റം നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പം ഞാൻ ഫാൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്, ഫാൻ എന്ന് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഐറ്റം ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് ഫാൻ തന്നെയാണ്, ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ വ്യത്യസ്തമായിട്ട് ഗോൾഡ് മെഡലിൻ്റെ തന്നെ ഫാൻ ഒത്തിരി വേരിയൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗോൾഡ് മെഡൽ ഒരു 888 ഗോൾഡ് മെഡൽ 888 എന്ന് പറയുന്ന ഒരു മോഡൽ നമ്പർ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പം അതിന് ശേഷം നമ്മളിവിടെ കീബോർഡിൽ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ടൈപ്പ് എന്നുള്ളതാണ്. ഈ പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസാണ്. അത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റം ഏത് കാറ്റഗറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള ആ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി നമുക്ക് എടുക്കാനായിട്ട് കീബോർഡിൽ റൈറ്റ് സൈഡിലെ പ്ലസ് ബട്ടൺ അമർത്തുക. പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെയുള്ള കാറ്റഗറി നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ നമുക്ക് കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ ഫാൻ എന്ന് പറയുന്ന കാറ്റഗറി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാൻ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം. അത് വെച്ച് അത് സെലക്ട് ചെയ്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ പ്രോഡക്റ്റ് ടൈപ്പ് ഇവിടെ സെലക്ട് ആവും. അതിനുശേഷം തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പ്രോഡക്റ്റ് ടൈപ്പ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡ് റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ അമർത്തിയാൽ മതി. കീബോർഡ് റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിലവിലുള്ള പ്രോഡക്റ്റ് ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കീബോർഡിൽ എൻ്റർ കീ ആണ് അമർത്തുക. തുടർന്ന് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഐറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് സോഫ്റ്റ്വെയറിന് മെൻഷൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം അത് ഏത് ഗോഡൗണിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ പർട്ടിക്കുലർ എന്തെങ്കിലും സ്പെസിഫിക്കേഷനുള്ള ഐറ്റം ആണെങ്കിൽ അത് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്യാം. തുടർന്ന് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് ഐറ്റം ആണെന്നുള്ളതാണ്. ടൈപ്പ് മീൻസ് യൂണിറ്റിനകത്ത് എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സിനകത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കണ്ടോ, ഇവിടെ കാണാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ഇവിടെ കാണാം. പീസസിലാണോ, ഇത് മീറ്ററിലാണോ, സെറ്റ് സ്ക്വയർ ഫീറ്റിലാണോ അത് സെയിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഹാർഡ്വെയർ ഷോപ്പ് ആയതുകൊണ്ട് അതിനകത്ത് പീസസ് ആയിരിക്കും ഒട്ടുമിക്കതും വരികയില്ല. എന്നിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ മീറ്റർ ഇതായിരിക്കും വരിക. അപ്പോൾ നമ്മൾ പീസസ് സെലക്ട് ചെയ്തു, എൻ്റർ അമർത്തി. അതിനുശേഷം പിന്നെ വരുന്ന സെക്ഷനാണ് MRP എന്നുള്ളത്. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു 3000 രൂപ അതിൻ്റെ MRP നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ വരുന്നതാണ് ഇവിടെ സെയിൽ പ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു സെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുന്ന എമൗണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 2200 രൂപ നമ്മളിപ്പം സെയിൽ പ്രൈസ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. നമുക്കിപ്പം നിലവിലിപ്പോൾ റണ്ണിങ്ങിലിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒത്തിരി ഐറ്റംസ് നിലവിലുണ്ടാവും. അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള അവരുടെ പർച്ചേസ് ബില്ലുകളൊക്കെ മിസ്സിംഗ് ആയിരിക്കും പലതും. അപ്പോൾ ആ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഐറ്റം എത്ര സ്റ്റോക്ക് നമുക്ക് നമ്മുടെ ഷോപ്പിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതൊരു കാരണവശാലും നമുക്ക് പർച്ചേസ് ബില്ലുണ്ടെങ്കിൽ, ഓൾറെഡി ഈ ഐറ്റത്തിനൊക്കെ പർച്ചേസ് ബില്ലുണ്ടെങ്കിൽ ഇതുവഴി ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കൊടുത്തു പോകാൻ പറ്റില്ല.
അത് ശരിക്കും പർച്ചേസ് എൻട്രി വഴി തന്നെയാണ് സ്റ്റോക്കിലോട്ട് വരേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സെക്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ നിലവിൽ റണ്ണിങ്ങിലിരിക്കുന്ന ഒരു ഷോപ്പിൽ പെട്ടെന്ന് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ അവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴേക്കും അവർക്ക് എന്താണ്, അവർക്ക് നേരത്തെ പ്രീവിയസ് അവരുടെ പർച്ചേസ് ബില്ലോ ഇല്ലെങ്കിൽ ഏത് സപ്ലയറാണ് ആ ഐറ്റം സപ്ലൈ ചെയ്തൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനൊരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് നമ്മൾ ആ ഐറ്റത്തിന് കൊടുത്തുകൊണ്ട് നമ്മൾ അതിനൊരു ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യും. അതിനാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. തൊട്ട് താഴെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പണിംഗ് കോസ്റ്റ് വാല്യൂ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഐറ്റത്തിനൊരു കോസ്റ്റ് ഉണ്ടാവും, നമ്മുടെ ഒരു ആവറേജ് കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ്, അതാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാർകോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏലിയസ് നെയിം കൊടുക്കാൻ പറ്റും. നമ്മളിപ്പം ബില്ലിൽ വരുന്ന പേരാണ് ഈ നെയിം എന്ന് പറയുന്നത്. നമുക്ക് ഏലിയസ് നമുക്കൊരു പേരിട്ട് ഇതിനെ വിളിക്കാം, വേറൊരു പേരിട്ട് വിളിക്കണമെങ്കിൽ ആ പേരിട്ട് വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞൊരു ഹെഡുണ്ട്. ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിൽ പോയി ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് സെയിൽസ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഇതേപോലെ ലോ സ്റ്റോക്ക് വാണിംഗ്, അതേപോലെ ഡിസ്കൗണ്ട് ടൈപ്പ്, പ്രൈസ് ലെവൽ ഫോർമുല, ഐറ്റം ഡിസ്കൗണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സെക്ഷൻസ് ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ തുടർന്ന് നമ്മളിതൊന്നും എൻ്റർ ചെയ്യുന്നില്ല. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് പോയാൽ മതി. പിന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ജി എസ് ടി വരുമ്പോഴേക്കും HSN കോഡുണ്ട്, അതുപോലെ തന്നെ GST ടാക്സ് ലാബ് ഉണ്ട്. അപ്പോൾ HSN കോഡ്, നിലവിലുള്ള HSN കോഡ് നമുക്ക് എടുക്കാനായിട്ടാണ് നമ്മുടെ കീബോർഡ് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് HSN കോഡ്, നമുക്ക് നിലവിൽ ആഡ് ചെയ്തിരിക്കുന്ന HSN കോഡിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. ഏത് HSN കോഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ HSN കോഡ് ഇവിടെ സെലക്ട് ആകുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ഇവിടെ GST ടാക്സ് ലാബ് ഇവിടെ സെൻറ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലാബ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നമുക്കിവിടെ ഒരു 0.7 നമ്മളോട് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് ഐറ്റം നെയിം, പ്രോഡക്റ്റ് ടൈപ്പ്, അതേപോലെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ്, സെൽ പ്രൈസ് കൊടുത്തു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമ്മൾ സേവ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഐറ്റം സേവ് ആവും. ഓക്കെ, അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റും സർവീസൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യൂ ഓൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്കിവിടെ കാണാം. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഐറ്റം ഉൾപ്പെടെ നമുക്കിവിടെ ലോഡാവും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് 0 ആണ്. HSN കോഡ് ഇവിടെ കാണാം. അതേപോലെ അതിൻ്റെ കോസ്റ്റ് ഇവിടെ 0 ആണ്. സെൽ പ്രൈസ് 2200 രൂപ നമുക്കിവിടെ കാണാം. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പിന്നെ അടുത്ത് വരുന്നത് വെച്ചാൽ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ കസ്റ്റമർ/വെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇവിടെ. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇവിടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സെക്ഷനകത്ത് ഇങ്ങനൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഇവിടെ ബിസിനസ് നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പം ആർക്കാണോ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം PTC ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. PTC ഡിലൈറ്റ്. ഈ PTC ഡിലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേരാണ് കസ്റ്റമറുടെ ബിസിനസ് നെയിം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലോട്ട് സെയിൽ ചെയ്യുന്നത് B2B സെയിലുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. B2B സെയിൽ എന്ന് പറഞ്ഞാൽ GST ഉള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ ഈ ഐറ്റം സെയിൽ ചെയ്യുന്നു. അതാണ് നമ്മൾ B2B സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം എൻ്റർ അടിച്ച ശേഷം എറണാകുളം, ഞാൻ സ്ഥലപ്പേര് കൊടുക്കുകയാണ്. ഓക്കെ, എറണാകുളം കൊടുത്തു. അതിനുശേഷം അവരുടെ ഒരു മൊബൈൽ നമ്പർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇമെയിൽ, അതുപോലെ തന്നെ കൺട്രി, സ്റ്റേറ്റ്, ഇങ്ങനെ കൊടുത്ത് താഴത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആരുമായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ആ പേഴ്സൻ്റെ പേര്, പേഴ്സൺ നെയിം, അങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ GST നമ്പർ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കസ്റ്റമർക്ക് GST ഉള്ളതാണെങ്കിൽ GST നിർബന്ധമായിട്ടും നമ്മൾ ആ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കൊടുക്കണം. അല്ലാത്ത പക്ഷം ആ കസ്റ്റമർ B2C കസ്റ്റമറായിട്ട് മാറും. ഓക്കെ, ഇവിടെ നമ്മൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ പറയുന്നുണ്ട്. ഇവിടെ മൊബൈൽ നമ്പർ തെറ്റിപ്പോയിട്ടുണ്ട്. 1200 കൊടുക്കാം. അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ കസ്റ്റമർ കിട്ടി കണ്ടോ, കസ്റ്റമർ സേവ്ഡ് സക്സസ്ഫുള്ളി കാണിച്ചു. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുത്തു. നമ്മളതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമുക്കിവിടെ കാണാം, PTC ഡിലൈറ്റ്. ഞാൻ നേരത്തെ ഒരു PCT ഡിലൈറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഞാൻ വീണ്ടും അഗെയിൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. നേരത്തെ GST ഇല്ലായിരുന്നു, GST വെച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് നമുക്ക് GST ഇല്ലാത്തൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. ഹായ്,
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് B2B കസ്റ്റമറെ ആഡ് ചെയ്യുന്നത് വരെയാണ്. അപ്പം ഇതിപ്പം രണ്ടാമതായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അന്ന് ആ സമയത്ത് നമുക്ക് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ഷൂട്ടായിട്ടാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു B2B കസ്റ്റമർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് PTC ഡിലൈറ്റ് എന്നായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു B2C കസ്റ്റമർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ കസ്റ്റമർ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇവിടെ ആഡ് ന്യൂ കസ്റ്റമർ. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ ഞാനൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം സൂരജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പം സ്ഥലം എറണാകുളം, ഓക്കെ, അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം താഴത്തോട്ട് മൊബൈൽ നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ വന്ന് GST നമ്പർ കൊടുക്കാൻ പാടില്ല, കാരണം ഇത് B2C കസ്റ്റമറാണ്. B2C കസ്റ്റമറിന് എന്ത് പാടില്ല? GST ആവശ്യമില്ല. അപ്പോൾ നമ്മൾ GST ഇല്ലാതെ നമ്മൾ ആഡ് കൊടുത്തു. ആഡ് സേവ് സക്സസ്ഫുള്ളി കാണിച്ചു. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ വിൻഡോ ക്ലോസ് ചെയ്തു. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ കസ്റ്റമറെയും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് വെച്ചാൽ ബില്ല് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ബില്ല് പ്രിപ്പയർ ചെയ്യാൻ ഒരു B2B കസ്റ്റമർക്ക് എങ്ങനെ ഒരു ബില്ല് കൊടുക്കാം, അതേപോലെ തന്നെ ഒരു B2C കസ്റ്റമർക്ക് എങ്ങനെ നമ്മളൊരു ബില്ല് പ്രിപ്പയർ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ സോഫ്റ്റ്വെയറിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ ഇൻവോയ്സസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്രിയേറ്റ് ന്യൂ ഇൻവോയ്സ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യാനുള്ള വിൻഡോ ഇതേപോലെ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നമുക്കൊരു ഗ്രീൻ ബാർ ഉണ്ട്. ഇവിടെ ഗ്രീൻ ബാറിൽ വെച്ചിട്ട് എൻ്റർ അമർത്തിക്കാൻ നമ്മൾ അതിലുള്ള ഐറ്റം ഫുള്ള് ലിസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് എത്ര ഐറ്റം ഉണ്ട് അത് ഫുള്ള് ഇവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് എന്ന് അടിച്ചു കൊടുത്തതിന് ഫാൻ ഗോൾഡ് മെഡൽ 888 അങ്ങനെ പല മോഡലും വരും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫാനിന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഐറ്റം മാത്രം നമുക്കിവിടെ കാണാം. അതിനുശേഷം ഏത് ഐറ്റമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ സെൽ പ്രൈസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതിനുശേഷം നമ്മളിവിടെ ഒരു B2B കസ്റ്റമറെ നമ്മളിവിടെ സെലക്ട് ചെയ്യാം ആദ്യം. അതിനായിട്ട് ഇവിടെ സെലക്ട് കസ്റ്റമർ എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ B2B കസ്റ്റമർ PTC ഡിലൈറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ സേവ് ഇൻവോയ്സ് ഉണ്ട്, പേ ആൻഡ് പ്രിൻ്റ് ഉണ്ട്. അതുപോലെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ ഇൻവോയ്സ് ഉണ്ട്, പ്രിൻ്റ് ഇൻവോയ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പം ബില്ല് സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിവിടെ സേവ് ഇൻവോയ്സ് ഉണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം പേയ്മെൻ്റ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ബില്ല് സേവ് ചെയ്താൽ മതി. തൊട്ട് താഴെ പേ ആൻഡ് പ്രിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പേ ആൻഡ് പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നമ്മളിവിടെ ഇത് ക്യാഷ് ആണോ, കാർഡാണോ, ചെക്കാണോ, UPI ആണോ, അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതല്ല, നമ്മളിപ്പം ടോട്ടൽ ഇതിൻ്റെ എമൗണ്ട് ഒരു 3776 റെഗുലറായിട്ട് വരുന്ന കസ്റ്റമർ ഒരു 1000 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു. അപ്പോൾ അതെങ്ങനെ നമുക്കിതിനകത്ത് കൊടുക്കാമെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് പറയാം. അത് വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇവിടെ നിന്ന് പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ വരും. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 രൂപ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനും ഇവിടെ സേവ് ചെയ്യാൻ കൊടുത്താൽ മതി. ആ ബില്ലിന് അഗേൻസ്റ്റായിട്ട് 1000 രൂപ കിട്ടി, ബാലൻസ് കിട്ടാനുണ്ട്, അങ്ങനെ വരും. അപ്പോൾ ഞാനിപ്പോൾ സേവ് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സേവ് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ നമ്മൾ ആ ബില്ല് ഇവിടെ സേവായി എന്നുള്ളതാണ്. നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് അടിച്ചിരിക്കുന്ന ഈ ബില്ലിനകത്ത് നമുക്കത് കാണാം. ഇത് കണ്ടോ B2B കസ്റ്റമർ PTC ഇത് കണ്ടോ 2776 രൂപ ബാലൻസ് നമുക്ക് കിട്ടാനുണ്ട്. ഇവിടെ കണ്ടോ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3776 അതിനകത്ത് നമുക്ക് 1000 രൂപ നമുക്ക് കിട്ടി ബില്ലിന് അഗെയിൻസ്റ്റായിട്ട്, ബാലൻസ് 2776 രൂപ കിട്ടാനുള്ളതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി ഒരു B2C കസ്റ്റമർക്ക് നമുക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ B2B എങ്ങനെയാണെന്ന് പറഞ്ഞു. B2B കസ്റ്റമർ ആയതുകൊണ്ട് BIN 3 എന്നാണ് ബില്ല് കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി B2C കസ്റ്റമർ നോക്കാം. അതിവിടെ ക്രിയേറ്റ് ന്യൂ ഇൻവോയ്സിൽ പോയി നേരത്തെ ചെയ്തപോലെ തന്നെ അതുപോലെ തന്നെ ബില്ലടിക്കാനുള്ള വിൻഡോ വന്നു. അവിടെ സെൻറ്റർ അടിച്ചിങ്ങനെ ഐറ്റം ഫുൾ ലിസ്റ്റ് ചെയ്തു, ഏത് ഐറ്റമാണ് വേണ്ട ഐറ്റം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സെലക്ട് കസ്റ്റമറിൽ പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമറെ സെലക്ട് ചെയ്തു, സൂരജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സേവ് ഇൻവോയ്സ്, ബില്ല് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുകയോ പ്രിൻറ്റ് ചെയ്യുകയോ നമുക്കിപ്പോൾ നമുക്കൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. ബില്ല് പ്രിവ്യൂ എടുത്താലും ബില്ല് സേവ് ആവും. അപ്പോൾ നമ്മളിവിടെ ഇത് കണ്ടോ പ്രിവ്യൂ ഇൻവോയ്സ്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ പ്രിവ്യൂ നമുക്കിതുപോലെ കാണാം. ബില്ല് സേവായി. ഓക്കെ, അത് നമുക്ക് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ആ ബില്ലിംഗ് വിൻഡോയും ക്ലോസ് ചെയ്തു. ബില്ലിംഗ് വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ സൂരജ് എന്ന് പറഞ്ഞ ഇത് കണ്ടോ INV 4 സൂരജ് എന്ന് പറഞ്ഞ ആൾക്ക് ബില്ല് പ്രിപ്പയർ ചെയ്തു.
ടോട്ടൽ എമൗണ്ട് വന്നിട്ട് 3068 രൂപ. പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ ജസ്റ്റ് ബില്ലിൻ്റെ പ്രിവ്യൂ മാത്രം എടുക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻ്റ് ഒന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല, ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെൻ്റ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ എമൗണ്ടും ബാലൻസ് കിട്ടാനുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതേപോലെ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് നെക്സ്റ്റിൽ നമുക്ക് കാണുന്നുണ്ട്. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തുള്ള ഒത്തിരി ഫങ്ഷൻസ് ഇനിയും നിങ്ങൾ കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.